ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ നമ്മുടെ സെക്ഷൻ 9 ആണ്. മൊഡ്യൂൾ 3 നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഫിറ്റർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, എനിവേ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഫയലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതായത് മൊഡ്യൂൾ 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫയലിംഗ്. ഏകദേശം ഹാഫ് ഓഫ് ദി പോർഷൻ കവർ ചെയ്യുന്നത് ഫയലിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പൊ എന്താണ് ഫയലിംഗ് എന്ന് പറയുന്നത്? ഫയലിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് ആണ്. അതായത് നമുക്ക് എവിടെയെങ്കിലും എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്ത് നമുക്ക് വേണ്ട ആക്യുറസിയിലേക്ക് എത്തിക്കാനാണ് ഫയൽ ചെയ്യുക. ഒരു ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയലും നമ്മൾ നോർമലി ഫയൽ വെച്ച് ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾ ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്മോളർ സൈസിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡിൽ ഫയലിംഗ് എന്ന് പറയുന്ന ഏരിയ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് മെത്തേഡ് ഓഫ് റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് ബൈ യൂസിങ് എ ടൂൾ ഫയൽ. അല്ലെ, ഫയൽ എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മെറ്റീരിയൽ റിമൂവ് ചെയ്യാണ്. അപ്പൊ ഫയൽ എന്താണ്? ഒരു കട്ടിംഗ് ടൂൾ ആണ്. ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ഫയൽ എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് ടൂൾ ആണ്. ഫയൽ എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് ടൂൾ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെന്താണ്? മെനി ഷേപ്സ് ആൻഡ് സൈസസിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓർത്തിരിക്കുക, ഇതൊരു കട്ടിംഗ് ടൂൾ ആണ്. ഇത് എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇത് പല ഷേപ്പ് ആൻഡ് സൈസസിൽ അവൈലബിൾ ആണ്. ഇനി പാർട്സ് ഓഫ് ഫയൽ, നമ്മൾ ഫ്രം ദ സ്റ്റാർട്ട് നമുക്ക് എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? വളരെ ബേസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാർട്സ് ഓഫ് ഫയൽ പഠിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ ഏകദേശം ഒരു 10ഓളം പാർട്സ് നമുക്ക് പഠിക്കേണ്ടത്. അത് ഫസ്റ്റ് ഇതാണ് ടിപ്പ്. ഇതാണ് ടിപ്പ് പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടിപ്പ് പോർഷൻ. ഇതാണ് ടിപ്പ് പോർഷൻ. ഓക്കെ, ഇനി ഫേസ് ഇതാണ് നമ്മുടെ ഫേസ് പോർഷൻ. ദ ബ്രോഡ് പാർട്ട് ഓഫ് ദി ഫയൽ വിത്ത് ടീത്ത് കട്ട് ഓൺ സർഫേസ്. അതായത് ഈ പറയുന്ന ഏരിയയില്ലേ, നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ വേണമെങ്കിൽ നമുക്കൊന്ന് നോട്ടിഫൈ ചെയ്യാം. ഈ ഒരു ഏരിയയില്ലേ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫേസ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് കട്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ടീത്ത് വഴിയാണ് നമ്മൾ മെറ്റൽ റിമൂവ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ടിപ്പ് ഓർത്തിരിക്കുക. ടിപ്പ് ഒരു സൈഡ് അല്ലെങ്കിൽ എൻഡ് പോർഷൻ. ഓക്കെ, എൻഡ് പോർഷൻ. അപ്പൊ എൻഡ് ഓപ്പോസിറ്റ് ടു ടാങ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ടാങ് പോർഷൻ. അപ്പൊ ടാങ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാങ് ഇങ്ങനെ അറ്റം കൂർത്തിരിക്കുന്ന ഏരിയയിലെ ഈ ഏരിയ ആണ് നമ്മൾ ഹാൻഡിലേക്ക് പിടിപ്പിക്കുന്നത്. ക്ലിയർ? അപ്പൊ പാർട്സ് ഓഫ് ഫയൽ വളരെ സിമ്പിൾ ആണ്. അത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടിപ്പാണ്. ടിപ്പ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ, ടിപ്പ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ്, ടാങ് ഈസ് ദ റൈറ്റ് ഹാൻഡ്. ഈ ടാങ് ആണ് ഹാൻഡിലേക്ക് പിടിപ്പിക്കുന്നുണ്ടാവുക. അതൊരു ഇങ്ങനെ കൂർത്തിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പൊ ടാങ് ആണ് ഹാൻഡിലേക്ക് പിടിപ്പിക്കുക. ഓർത്തിരിക്കുക. ഈ ടാങ് ഹാൻഡിൽ പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു മെറ്റാൽ കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനറിയപ്പെടുന്ന പേരാണ് ഫെറൂൾ. FURRULE, ഫെറൂൾ. ഓക്കെ, അപ്പൊ ടാങ് ഓർത്തിരിക്കുക, ടിപ്പ് ഓർത്തിരിക്കുക, ഫേസ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്താ ഉള്ളത്? എഡ്ജ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് അല്ലെ. എഡ്ജ്, ദ തിൻ പാർട്ട്. ഇവിടെ ഓർത്തിരിക്കുക, ദ തിൻ പാർട്ട്. ഈ തിൻ പാർട്ട് അറിഞ്ഞിരിക്കുന്ന ഭാഗമാണ് എഡ്ജ്. ഇവിടെ നോർമലി സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നോക്കിയേ, സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. ഇത്ര ഏരിയയിൽ നോക്കിയേ, സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്തുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പോർഷൻ ആണ് ഹീൽ. ഓക്കെ, ഹീലിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫ്യൂച്ചർ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഹീലിന്റെ പ്രത്യേകത? ഇവിടെ നോക്കിയേ, ഈ ഒരു ഏരിയന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ ടീത്ത് ഇല്ല അല്ലെ. ദ പോർഷൻ ഓഫ് ദ ബ്രോഡ് പാർട്ട് വിത്തൗട്ട് ടീത്ത്. ദ പോർഷൻ വിത്തൗട്ട് ടീത്ത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ടോപ്പിക്സുകളാണ്, ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ടിപ്പിൽ നിന്ന് തുടങ്ങി. ടിപ്പ് എന്ന് പറഞ്ഞാൽ ടാങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ്. ടാങ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡിലേക്ക് പിടിപ്പിക്കുന്നതാണ്. ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. എഡ്ജ് എന്ന് പറയുന്നതിന്റെ തിൻ പോർഷൻ ആണ്. ക്ലിയർ? ഹീൽ എന്ന് പറയുന്നത് ഇതിൽ ടീത്തുകളൊന്നും കട്ട് ചെയ്യാത്തൊരു ഏരിയ, ദാറ്റ് ഈസ് ഹീൽ. ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഷോൾഡർ, ദ കർവ്ഡ് പാർട്ട് ഓഫ് സെപ്പറേറ്റ് ടാങ് ഫ്രം ദ ബോഡി. അതായത് ബോഡിയും അതുപോലെ ടാങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ ആ ഷോൾഡർ ഏരിയ, ആ കർവ്ഡ് ഏരിയ, അത് അറിയപ്പെടുന്നവരാണ് ഷോൾഡർ. ഓക്കെ, ടാങ് എന്ന് പറഞ്ഞാൽ നാരോ ആൻഡ് തിൻ പാർട്ട് വിത്ത് ഫിറ്റ്സ് ഇൻ ടു ദ ഹാൻഡിൽ. ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ.
ഹാൻഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ദ പാർട്ട് വിത്ത് ദ ടാങ്ക് ഫോർ ഹോൾഡിംഗ് ഫയൽ, ഫയലിനെ ഹോൾഡ് ചെയ്യുന്നതാണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഫെറൂൽ, എ പ്രൊട്ടക്റ്റീവ് മെറ്റാൽ റിംഗ് ടു പ്രിവെന്റ് ക്രാക്കിംഗ് ഓഫ് ദ ഹാൻഡിൽ. നമുക്ക് ഈ ഇത് വെച്ചിട്ട് ഫയലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഹാൻഡിൽ ക്രാക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് അറിയപ്പെടുന്ന പേരാണ് ഫെറൂൽ. ഫെറൂൽ, ഫെറൂൽ. ഓക്കെ, ഓർത്തിരിക്കുക. ഫ്രം ദി ഫസ്റ്റ് പോർഷൻ ഒന്നുകൂടെ നോക്കാം. ടിപ്പ് ഓർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാങ്കിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് പോർഷൻ ആണ്. ടാങ്ക് ഈസ് എ റൈറ്റ് ഹാൻഡ് പോർഷൻ ആണ്. ഫേസ് എന്ന് പറയുന്നത് ബ്രോഡ് പാർട്ട് വിത്ത് ടീത്ത് ആണ്. ടീത്ത് ഉള്ള ഭാഗമാണ് ഫേസ്. ടീത്ത് ഉള്ള ഭാഗമാണ് ഫേസ്. ഓക്കെ, നമ്മുടെ ഫേസിലാണ് ടീത്ത് ഉള്ളത്. ടീത്ത്. ഓക്കെ, ടീത്ത്. ടീത്ത് ഉള്ള പോർഷൻ ഫേസ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിംഗിൾ റോയിൽ മാത്രമാണ് എന്തുണ്ടാവുന്നുള്ളൂ? ടീത്ത് ഉണ്ടാവുന്നുള്ളൂ, മീൻസ് കട്ടിങ് ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഹീൽ ഓർത്തിരിക്കുക, അത് പോർഷൻ ഓഫ് ദ ബ്രോഡ് പോയിന്റ് വിത്തൗട്ട് ടീത്ത്. ഒരു ലാർജർ ഏരിയ ആണ്, പക്ഷെ അവിടെ എന്തില്ല? ടീത്ത് ഇല്ല. അത്ര ഓർത്തിരിക്കുക. നെക്സ്റ്റ് മെറ്റീരിയൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്ന് പറയുന്ന ഒരു കട്ടിംഗ് ടൂൾ ആണ് അല്ലെ. അപ്പൊ കട്ടിംഗ് ടൂൾ നോർമലി നമ്മൾ എന്തായിരിക്കും? ഹൈ കാർബൺ സ്റ്റീലിൽ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീലും കൊണ്ടൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ ഓർത്തിരുന്നാൽ മതി, ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ, അതുപോലെ തന്നെ ബോഡി പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി പോർഷൻ നോർമലി ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും, ടെമ്പർ ചെയ്തിട്ടുണ്ടാവും. കാരണം അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ടിംഗ് ഓപ്പറേഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് ബോഡി പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ടാങ്ക് പോർഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഹാൻഡിലേക്ക് ഫിക്സ് ചെയ്യുന്ന ഏരിയ ആണ്. അവിടെ നമുക്കൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പോർഷന്റെ ആവശ്യമില്ല. ഇപ്പൊ ടാങ്ക് എന്ന് പറയുന്നത് ടാങ്ക് പോർഷൻ ഒന്നും ഹാർഡൻ ചെയ്തിട്ടുണ്ടാവില്ല. ബോഡി പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹാർഡൻ ആൻഡ് ടെമ്പർ ചെയ്തിട്ടുണ്ടാവും. ടെമ്പർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹാർഡൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്രിട്ടിൽനെസ് പ്രോപ്പർട്ടി ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറിംഗ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സും കൂടെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കട്ട് ഓഫ് ഫയൽ. ഇപ്പൊ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള പാർട്സുകളെ കുറിച്ചായിരുന്നു. ഒരു ഫയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പാർട്സിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു, എന്നാലും നമുക്ക് റിവിഷൻ മാൻഡേറ്ററി പ്രോസസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കട്ട് ഓഫ് ഫയൽസ്. കട്ട് ഓഫ് ഫയൽസ്, കട്ട് ഓഫ് ഫയൽസ്, കട്ട് ഓഫ് ഫയൽസ്. ഓക്കെ, കട്ട് ഓഫ് ഫയൽസിൽ വരുന്ന ഏരിയ ഏതൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഇത്, അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കട്ടുകളുണ്ട്. സിംഗിൾ കട്ട്, ഡബിൾ കട്ട്, റാസ്പ് കട്ട് തുടങ്ങിയ വളരെ നമ്മൾ ഡിസ്റ്റിങ് യൂസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചില പർട്ടിക്കുലർ കട്ട്സ് ആണ് യൂസ് ചെയ്യുക. അതായത് ഫയലിൽ ടീത്തുകൾ ഏത് അറേഞ്ച്മെന്റിൽ കട്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കട്ട് ഓഫ് ഫയൽസിൽ വേറെ ഒന്നും മീൻ ചെയ്യുന്നില്ല. അതായത് എങ്ങനെയാണ് ഈ ഫേസിൽ ഈ കട്ട് ഫോം ചെയ്തിരിക്കുന്നത്, ഈ ടീത്ത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും പല്ല് ഒരുപോലെ അല്ലല്ലോ. അത് ഇപ്പൊ നമ്മുടെ മനുഷ്യന്റെ പല്ല് പോലെ അല്ല സിംഹത്തിന്റെ പല്ല് എന്ന് പറയുന്നത് പോലെ. അപ്പം ഡിഫറെന്റ് കട്ട്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് വരുന്ന സമയത്ത് അതിന്റെ ആപ്ലിക്കേഷൻസ്, അതിൽ ഡെപ്ത് ഓഫ് എല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നത്. ടീത്ത് ഓഫ് ഓൾ ഫയൽസ് ആർ ഫോംഡ് ബൈ കട്ട്സ് മെയ്ഡ് ഓൺ ദെയർ ഫേസസ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേതാണ് സിംഗിൾ കട്ട് ഫയൽ, രണ്ടാമത്താണ് ഡബിൾ കട്ട് ഫയൽ, മൂന്നാമത്താണ് റാസ്പ് കട്ട് ഫയൽ. വെരി 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 ഇമ്പോർട്ടന്റ്, ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയയാണ് റാസ്പ് കട്ട്. നെക്സ്റ്റ് ആണ് കർവ്ഡ് കട്ട് ഫയൽ. ഓക്കെ, അപ്പൊ സിംഗിൾ കട്ട്, ഡബിൾ കട്ട്, റാസ്പ് കട്ട്, കർവ്ഡ് കട്ട്. ഇതിൽ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റാസ്പ് കട്ടിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ഫസ്റ്റ് ആണ് നമുക്ക് സിംഗിൾ കട്ട് ഫയലിലേക്ക് വരാം. സിംഗിൾ കട്ട് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രം ദിസ് ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് എന്താണ്? ഒരു സൈഡിലേക്ക് മാത്രം കട്ടിങ് കൊടുത്തിരിക്കുന്നതാണ്. കണ്ടോ, ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇവിടെ കട്ടിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കട്ടിങ് കൊടുത്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് 60 ഡിഗ്രി ടു ദ സെന്റർ ലൈൻ. നമ്മുടെ സെന്റർ ലൈനുമായിട്ട് 60 ഡിഗ്രിയാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. ഓക്കെ, 60 ഡിഗ്രി ടു സെന്റർ ലൈൻ. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ കട്ടും ഡബിൾ കട്ടും വരുന്ന സമയത്ത് നമുക്ക് സിംഗിൾ കട്ടിൽ ഡബിൾ കട്ടിന് അത്രയും മെറ്റൽ റിമൂവ്മെന്റ് കുറവായിരിക്കും. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് ബ്രാസ്, അലൂമിനിയം, ബ്രോൺസ് ആൻഡ് കോപ്പർ. ഇതൊക്കെ നമുക്ക് എന്ത് വെച്ച് കട്ട് ചെയ്യാം? ബ്രാസ്, അലൂമിനിയം, ബ്രോൺസ് ആൻഡ് കോപ്പർ എന്ന് വെച്ച് കട്ട് ചെയ്യാം. സിംഗിൾ കട്ട് ഫയൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി ഡബിൾ കട്ട് ആകുമ്പോഴോ അതായത് ഓക്കെ, ഡബിൾ കട്ട് ആകുമ്പോൾ കുറച്ചും കൂടെ ഹാർഡ് മെറ്റീരിയൽ ലൈക്ക് ഓക്കെ, ഡബിൾ കട്ട് കുറച്ചും കൂടെ ഹാർഡർ മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇനി സിംഗിൾ കട്ട് ഫയലിന് നമുക്ക് നോട്ട് റിമൂവ് സ്റ്റോക്ക് ആസ് ഫാസ്റ്റ് ഓഫ് ഡബിൾ കട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെപ്ത് ഓഫ് കട്ട് അവിടെ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്.
പക്ഷേ സർഫേസ് ഫിനിഷ് കുറച്ചും കൂടെ സ്മൂത്തർ ആയിരിക്കും. ഇനി ഡബിൾ കട്ട് ഫയലിൽ നമുക്ക് 2 ആംഗിൾ പഠിക്കണം. മറ്റോടത്ത് നമ്മൾ ഒറ്റ ആംഗിളാണ് പഠിച്ചിരുന്നത്, 60 ഡിഗ്രി മാത്രം. ഇവിടെ 70 ഡിഗ്രി ആൻഡ് 51 ഡിഗ്രി എന്ന് പറയുന്ന 2 ആംഗിൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഫസ്റ്റ് റോ ഇവിടെ നോക്കുന്ന ഈ ഒരു റോ, രണ്ട് ആംഗിൾ നമുക്കിവിടെ പഠിക്കണം. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഓവർ കട്ട് എന്നറിയപ്പെടുന്നു. ഈ ഓവർ കട്ട് ആംഗിൾ 70 ഡിഗ്രി ആണ്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 70 ഓവർ കട്ട്. ഈ 0 O ആയിട്ട് കൺസിഡർ ചെയ്യുക. 70 ഓവർ കട്ട്, 70 ഓവർ കട്ട്. 2 ഡിഗ്രിയാണ് നമുക്ക് ഡബിൾ കട്ട് ഫയൽ പഠിക്കാനുള്ളത്. 70 ഡിഗ്രിയും 51 ഡിഗ്രിയും നമുക്ക് രണ്ടും ബൈഹാർട്ട് ചെയ്തേ പറ്റൂ. അപ്പൊ 70 ഡിഗ്രി ഓർത്തിരിക്കുക. 70 ഓവർ കട്ട്, 70 ഓവർ കട്ട് ഒരുമിച്ച് തന്നെ എഴുതാം. 70 ഓവർ കട്ട്. നെക്സ്റ്റ് ആണ് സെക്കൻഡ് റോ അറിയപ്പെടുന്നത് അപ്പ് കട്ട് എന്നാണ്. അപ്പ് കട്ട് ആംഗിൾ 51 ഡിഗ്രി. ഇതാണ് 51 ഡിഗ്രിയുടെ ലൈൻ. ഇതാണ് 51 ഡിഗ്രിയുടെ ലൈൻ. ഓക്കെ, അപ്പൊ 2 ആംഗിളുകൾ നമുക്ക് ഓർത്തിരിക്കുക. ഒന്ന് ഓവർ കട്ട് ആംഗിൾ 70 ഡിഗ്രി, അപ്പ് കട്ട് ആംഗിൾ 51 ഡിഗ്രി. ഓക്കെ, കുറച്ചും കൂടെ സിംഗിൾ കട്ട് ഫയലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ റിമൂവ്മെന്റ് റേറ്റ് അവിടെ കൂടുതലാണ്. നെക്സ്റ്റ് ആണ് റാപ്സ് കട്ട് ഫയൽ. റാപ്സ് കട്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു കർവ് ഫോമിലാണ് ഇവിടെ ഉണ്ടാവുക. കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഒരു ഹാഫ് റൗണ്ട് ഷേപ്പിലായിരിക്കും ഇത് എക്സ്ക്ലൂസീവ് അവൈലബിൾ ആവുമെങ്കിലും ഹാഫ് റൗണ്ട് ഫയൽ വേറെ ഉണ്ട്. റാപ്സ് കട്ട് കുറച്ചും കൂടെ ഡിസ്റ്റിങ് ഫീച്ചേഴ്സ് ആണ്, ലൈക്ക് വുഡ്, ലെതർ ആൻഡ് അതർ സോഫ്റ്റ് മെറ്റൽ. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, വുഡ് ആൻഡ് ലെതർ. വുഡ് ആൻഡ് ലെതർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫയലിംഗ് വുഡ് ആൻഡ് ലെതർ റാപ്സ് കട്ട് ഫയലിന്റെ ഡിസ്റ്റിങ് ഫീച്ചർ ആണ്, സ്പെഷ്യലി ഡിസൈൻ ഫോർ ഫയലിംഗ് വുഡ് ആൻഡ് ലെതർ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കർവ്ഡ് കട്ട്. കുറച്ചും കൂടെ ഡീപ്പർ കട്ടിംഗ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ കർവ്ഡ് കട്ട് ഫയലിന് പറ്റുന്നു. സോഫ്റ്റ്, അതായത് അലൂമിനിയം, ടിന്ന്, കോപ്പർ, പ്ലാസ്റ്റിക് തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ കർവ്ഡ് കട്ട് ഫയൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഫ്ലാറ്റ് ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫ്ലാറ്റ് ഫയലുകളും ഹാൻഡ് ഫയലൊക്കെ പഠിക്കാനുണ്ട്. ഈ മൂന്നിൽ 2 ഭാഗം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും അത് കഴിഞ്ഞിട്ട് ഈ ടാപ്പർ ഉള്ള ടൈപ്പിനെയാണ് നമ്മൾ ഫ്ലാറ്റ് ഷേപ്പ് കൊണ്ട് നോർമലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്ലാറ്റ് ഷേപ്പ് കുറച്ചും കൂടി ഡീപ്പർ കട്ടിംഗ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ കർവ്ഡ് കട്ട് ഫയലിന് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ്. സെലക്ഷൻ ഓഫ് എ ഫയൽ വിത്ത് സ്പെസിഫിക് കട്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മെറ്റീരിയൽ ടു ബി ഫയൽ. ഏത് മെറ്റീരിയലാണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സെലക്ഷൻ ഓഫ് ഫയൽ യൂസ് ചെയ്യുന്നത്. ഇനി സിംഗിൾ കട്ട് ഫയൽ ടിപ്പിക്കലി സോഫ്റ്റ് മെറ്റൽസിന് യൂസ് ചെയ്യുന്നു. Certain special files such as those utilized for sharpening saws may also have a single cut എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു നോട്ടായിട്ട്, സ്പെഷ്യൽ നോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, ഇനി ഫയലിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് വരിക? ഫയൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത് നമുക്കൊരു കടയിൽ പോയിട്ട് ഒരു ടൈപ്പ് ഓഫ് ഫയൽ വാങ്ങണം എന്ന് വിചാരിക്കാം. അപ്പൊ ഫയൽ വാങ്ങുമ്പോൾ നമ്മളൊരു ഡിസ്റ്റിങ് ഫ്യൂച്ചർ അവിടെ പറഞ്ഞു കൊടുക്കണം. ഇത് എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് നമ്മുടെ സ്പെസിഫിക്കേഷൻ. അപ്പൊ നോർമലി ഒരു ഫയലിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അതിന്റെ ലെങ്ത്, ഗ്രേഡ് ആൻഡ് കട്ട് ആൻഡ് ഷേപ്പ് ആണ്. അപ്പൊ ലെങ്ത്, ഗ്രേഡ്, കട്ട് ആൻഡ് ഷേപ്പ് അല്ലെ. ഇപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ടിപ്പ്, അതായത് ഇതാണ് നമ്മൾ ടിപ്പ് നമ്മൾ പഠിച്ചു അല്ലെ. ടിപ്പ് തൊട്ട് ഹീൽ വരെയുള്ള ഓക്കെ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലെങ്ത്. ഓർത്തിരിക്കുക, സ്റ്റാൻഡേർഡ് ലെങ്ത് എവിടം തൊട്ട് എവിടം വരെയാണ്. ഇനി ഫയലിന്റെ ഗ്രേഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ഇടയിലുള്ള സ്പേസിംഗ് ഇല്ലേ, അതായത് ഇപ്പൊ നമ്മൾ സിംഗിൾ കട്ട് ആയാലും ഡബിൾ കട്ട് ആയാലും ഈ ടീത്തുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്, ആ ഗ്യാപ്പ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫയലിന്റെ ഗ്രേഡ് ഡിറ്റർമൈൻ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ലെങ്ത് ആണ്, നെക്സ്റ്റ് നമ്മൾ ഗ്രേഡ് ആണ്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ടിപ്പ് ടു ദ ഹീൽ ആണ്. ടിപ്പ് ടു ദ ഹീൽ, അതായത് 2 അറ്റാണ് അല്ലെ. ടിപ്പ് ടു ദ ഹീൽ. ഹീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഷോൾഡറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ നോക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ടാങ് പോർഷൻ ആയി. ഓർത്തിരിക്കുക, ടിപ്പ് ടു ദ ഹീൽ ആണ് നമ്മുടെ ലെങ്ത്. സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ലെങ്ത് ടിപ്പ് ടു ദ ഹീൽ ആണ്. ഇനി റഫ് ഫയൽ, നമ്മൾ ഈ ഗ്രേഡ് അനുസരിച്ച് നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് എന്താണ്, റഫ് ഫയൽസ്. അപ്പൊ റഫ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോഴ്സ് ആണ് അല്ലെ. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അപ്പൊ ഒരു റാപ്പിഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ ആണ് നമുക്ക് ഇവിടെ സാധ്യമാവുക. അപ്പൊ എന്താണ്, ട്രിമ്മിങ് റഫ് എഡ്ജസ്,
ഓഫ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ്. ഇതാണ് റഫ് ഫയലിന്റെ ഒരു പ്രൈം പോയിന്റ് എന്ന് പറയുന്നത്. ട്രിമ്മിങ് ദ റഫ് എഡ്ജസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ്സ് പ്രൈമർലി യൂസ്ഡ് ഫോർ ട്രിമ്മിങ് ദ റഫ് എഡ്ജസ് ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ കാസ്റ്റിംഗ്. നമുക്ക് റഫ് ഉണ്ട്, ബസ്റ്റാർഡ് ഉണ്ട്, ഫൈൻ ഉണ്ട്, വെരി ഫൈൻ ഉണ്ട്, അങ്ങനെ കുറെ ഗ്രേഡുകൾ വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഗ്യാപ്പ് അനുസരിച്ച്, സ്പേസിംഗ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പഠിക്കുന്നതാണ് റഫ് ഫയൽ. റഫ് ഫയൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ട്രിമ്മിങ് ദ റഫ് എഡ്ജസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ്. ക്വസ്റ്റ്യൻ വരാം. ബസ്റ്റാർഡ് ഫയലാണ് നെക്സ്റ്റ് വരുന്നത്. ബസ്റ്റാർഡ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ റഫുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് ബസ്റ്റാർഡ്. ഓക്കെ, അപ്പൊ ഇതും നീഡ് ഓഫ് ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് കീവേഡ് മാത്രമായിട്ട് കയറി വരുന്നാറുണ്ട്. ഒത്തിരിക്ക ബസ്റ്റാർഡ്. ഇനി സെക്കൻഡ് കട്ട് ഫയലുകളുണ്ട്. സെക്കൻഡ് കട്ട് കുറച്ചും കൂടെ ഗുഡ് ഫിനിഷ് കിട്ടാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് കട്ട് ഫയൽ യൂസ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഫസ്റ്റ് നമ്മൾ റഫാ പഠിച്ചത്, അത് പഠിച്ചത് ബസ്റ്റാർഡ് ആണ്. പിന്നെ അതിനെക്കാട്ടും കുറച്ചും കൂടെ ഫിനിഷ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഫൈലിംഗ് ഹാർഡ് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു. യൂസ് ഫോർ ബ്രിങ്ങിങ് വർക്ക് ക്ലോസ് ടു ഫിനിഷിംഗ് സൈസ്. ഏകദേശം ആക്യുറേറ്റ് വർക്ക് തന്നെ നമുക്ക് സെക്കൻഡ് കട്ട് ഫയലിൽ നിന്ന് കിട്ടും. അപ്പൊ ഇതിനും ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന അടുത്ത ഫയൽ ഉണ്ട് സ്മൂത്ത് ഫയൽ. കാരണം ഇവിടെ എന്താണ്, കുറച്ചും കൂടെ ഫിനിഷിലേക്ക് പോകുന്നതാണ്, കുറച്ചും കൂടെ ഗ്യാപ്പ് അടുത്തടുത്ത് വരികയാണ്. ഓക്കെ, അടുപ്പിച്ചടുപ്പിച്ചാണ് ഉള്ളത്. അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ എന്താണ്, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആണ് നമുക്കിവിടെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ ഗുഡ് ഫിനിഷ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, കാസ്റ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, ട്രിമ്മിങ് ദ റഫ് എഡ്ജസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കാസ്റ്റിംഗ് ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ മെഷീൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ കാസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഫ്ലാഷ് ഒക്കെ പോകും. അതൊക്കെ ജസ്റ്റ് ട്രിം ചെയ്ത് കളയാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റഫ് ഫയൽ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ബസ്റ്റാർഡ് ഫയലിലേക്ക് പോയി. അവിടെയും നമ്മൾ ഹെവി റിഡക്ഷൻ ആണ് സംഭവിക്കുക. എന്നാൽ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ഫിനിഷ് ഉണ്ട്. നെക്സ്റ്റ് വന്ന് സെക്കൻഡ് കട്ട് ഫയലിലേക്ക് പോയി. ഓക്കെ, സെക്കൻഡ് കട്ട് ഫയൽ കുറച്ചും കൂടെ ഫിനിഷിലേക്ക് വന്നു അല്ലെ. ഇനി സ്മൂത്ത് ഫയലിൽ പോയി, കുറച്ചും കൂടെ ഫിനിഷ് വന്നു. ഇനി ഡെഡ് സ്മൂത്തിലേക്ക് പോയി. ഡെഡ് സ്മൂത്ത് പറഞ്ഞാൽ ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷ് ആണ്. ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷ്, ഏകദേശം ആക്യുറേറ്റ് സൈസിലേക്ക് നമുക്കിവിടെ എത്തിക്കാൻ പറ്റും. ഓക്കെ, ഒന്നും കൂടെ നമ്മളൊന്ന് ആ വാക്കുകളൊന്ന് ഓർത്തിരിക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. റഫ് ഫയൽ, ബസ്റ്റാർഡ് ഫയൽ, സെക്കൻഡ് കട്ട്. ഓക്കെ, ഒന്ന് ഓർത്തേ, ഒന്ന് ജസ്റ്റ് നോക്കിയാ, റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്. റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. ഇപ്പൊ ഇവിടെ ഒരു സംഭവം മിസ്സായ പോലെ ഇല്ലേ, നമുക്ക് ഇവിടെ ഒരു സംഭവം മിസ്സായ പോലെ, ഒരു പേര് മിസ്സായ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു പേര് മിസ്സായ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ഓൾറെഡി പല എക്സാം എഴുതിയവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. കമന്റ് ചെയ്യാം. അവിടെ എന്തെങ്കിലും ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും മിസ്സിങ്, ആ പേരിൽ എന്തെങ്കിലും മിസ്സിങ്? എനിബഡി? ശരത്, അജ്മൽ, രശോഭ്, അനന്തു, ദീപക്, വിശ്വൽ. ഫസ്റ്റ് കട്ട് അല്ലെ? യെസ്, ദാറ്റ്സ് എ പോയിന്റ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ഏരിയ ആണ്. ആസ് പെർ BIS എന്ത് പേരില്ല, നമുക്ക് അങ്ങനത്തെ ഒരു പേരില്ല അല്ലെ. സിംഗിൾ കട്ട് ഇല്ല. ക്വസ്റ്റ്യൻ വരും വിത്ത് ഓപ്ഷൻസ്. ഫസ്റ്റ് കട്ട് ഓപ്ഷൻ ഉണ്ടാവും. താഴെ പറയുന്നതിൽ BIS പ്രകാരം അല്ലാത്തത് ഏത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിയേ. ദ മോസ്റ്റ് യൂസ്ഡ് ഗ്രേഡ്സ് ഓഫ് ഫയൽസ് ആർ ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ആൻഡ് ഡെഡ് സ്മൂത്ത്. ഓക്കെ, റഫും വിട്ടേക്ക്. ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ആൻഡ് ഡെഡ് സ്മൂത്ത്. ഇതിന്റെ ഇടയിൽ ഓപ്ഷൻ ആര് കയറി വരും? ഫസ്റ്റ് കട്ട് കയറി വരും. അപ്പൊ നമ്മൾ കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തോ കേട്ടോ. ദ മോസ്റ്റ് യൂസ്ഡ് ഗ്രേഡ്സ് ഓഫ് ഫയൽസ് ആർ ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ആൻഡ് ഡെഡ് സ്മൂത്ത്. ഇവിടെ എന്തില്ല? ഫസ്റ്റ് കട്ടില്ല. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ ദിസ് ഏരിയ. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ ലോങ്ങർ, അതായത് നമുക്ക് കോഴ്സർ ആണെങ്കിൽ കുറച്ചും കൂടെ ലൈഫ് കിട്ടുമെന്ന് പറയും. ഓക്കെ, ഈ ഒരു ടേബിൾ അത്ര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് അത് അവിടെ നിൽക്കട്ടെ. നമുക്കത് വേറെ ടേബിൾ അനാലിസിസ് നമുക്ക് വേറെ സെക്ഷനിൽ നോക്കാം. ടൈപ്പ് ഓഫ് ഫയൽ നമുക്ക് ഏകദേശം
ഒരു 7 ഫയലുകളെ കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അതിൽ ഫസ്റ്റ് ഇതാണ് ഫ്ലാറ്റ് ഫയൽ. ഫ്ലാറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷണൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ഷേപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് ഫയൽ. അപ്പൊ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ഫയൽ. ഈ ഫ്ലാറ്റ് ഫയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോഴേ ഇവിടെ ഇമേജ് ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. edges along the width are parallel up to 2/3 of the length എന്നാ പറയുന്നത്. that means ഇവിടെ നിന്ന് ഒരു ഷേപ്പ് ഇങ്ങനെ വന്ന് ഇതിങ്ങനെയാണ് പോകുന്നത് വിചാരിക്കാം. ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ ഒരു ചെറിയ ടാപ്പർ വരും. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ചെറിയ ടാപ്പർ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതായത് ഒരു 2/3 സ്ട്രെയിറ്റ് ആയിട്ടും അത് കഴിഞ്ഞൊരു ടാപ്പറും കൂടെ വരുന്ന രീതിയിലായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ഫ്ലാറ്റ് ഫയൽസ് ഉണ്ടാവുക. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജനറൽ പർപ്പസ് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നോർമലി ഫ്ലാറ്റ് ഫയൽസ് ഉണ്ടാവുക എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇന്റേണൽ സർഫേസ്, എക്സ്റ്റേണൽ സർഫേസ് ഒക്കെ നമുക്ക് നോർമലി ഫ്ലാറ്റ് ഫയൽ വെച്ച് ചെയ്യാം. ഇവിടുത്തെ ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂ ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് എഡ്ജസ് അലോങ് ദ വിഡ്ത് ആർ പാരലൽ അപ് ടു 2/3 ആണ്. അപ്പൊ ഈ 2/3 എന്ന് പറയുന്ന വാക്കിന് വളരെ പ്രസക്തിയുണ്ട് ഫ്ലാറ്റ് ഫയലിനെ സംബന്ധിച്ച്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹാൻഡ് ഫയൽ. അപ്പൊ ഹാൻഡ് ഫയലും ഫ്ലാറ്റ് ഫയലും ഈ നമ്മുടെ ക്രോസ് സെക്ഷൻ പരിശോധിച്ചാൽ സിമിലർ ആണ്. പക്ഷെ ഇവിടെ എന്താണ്, വിഡ്ത് റിമെയിൻ പാരലൽ ത്രൂ ഔട്ട് ദ ലെങ്ത് ആണ്. അവിടെ നമുക്ക് ഈ ടാപ്പറിലേക്ക് പോകുന്ന പ്രത്യേകതകളൊന്നുമില്ല. ത്രൂ ഔട്ട് എന്താണ്, പാരലൽ ആണ്. പിന്നെ ഹാൻഡ് ഫയലിന് ഒരു സേഫ് എഡ്ജ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു എഡ്ജിൽ നമുക്ക് കട്ടിങ് കൊടുക്കുന്ന കാര്യം പറയുന്നു. പക്ഷെ ഇവിടുത്തെ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഒരു എഡ്ജിൽ എന്ന് പറയുന്നത് സേഫ് എഡ്ജ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഈ കോർണർ പോയിന്റുകളൊക്കെ നമുക്ക് ഫയൽ ചെയ്യാൻ നേരത്ത് ഒരു എഡ്ജ്, അതായത് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു കോർണർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ എഡ്ജിൽ കട്ടിങ് ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും ഫർദർ മെറ്റീരിയൽ റിമൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എഡ്ജ് എന്തായിട്ടായിരിക്കും ഫിനിഷ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് അവിടുത്തെ പ്രത്യേകത ഹാൻഡ് ഫയലിന്റെ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അത് സേഫ് എഡ്ജ് മേക്സ് സം യൂസ്ഫുൾ ഫോർ ഫൈലിംഗ് സർഫേസസ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഓൾറെഡി ഫിനിഷ്ഡ് സർഫേസ്. അതായത് ഓൾറെഡി ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്, എന്നാൽ ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫയൽ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഫയൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഫയലിന്റെ ഇവിടെ കട്ടിങ് ഉണ്ടെങ്കിൽ ഈ കട്ടിങ് പോർഷൻ ഇവിടെ വന്ന് റബ്ബ് ആവുകയും ഇവിടെ എന്ത് സംഭവിക്കുകയും ചെയ്യും, മെറ്റൽ റിമൂവ് ചെയ്യുകയും ചെയ്യും. അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അവിടെ ഒരു സേഫ് എഡ്ജ് വേണം. ആ സേഫ് എഡ്ജ് ഉള്ള ഫയലുകളാണ് ഹാൻഡ് ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ഹാൻഡ് ഓർത്തിരിക്കുക. ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു വശം എന്ന് പറയുന്നത് പരിക്കനും ഇപ്പുറ വശം എന്ന് പറയുന്നത് ഫിനിഷും ആണ്. അതായത് ഒരു എൻഡ് ഫിനിഷ് ആയിട്ട് കിടക്കുന്നത് ഹാൻഡ് ഫയൽ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ടീത്തുകളുള്ളത് ഹെഡിലാണ്. ഓക്കെ, അതായത് ചില വാക്കുകളൊക്കെ നമുക്ക് ആ പർട്ടിക്കുലർ മൊമെന്റിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോളാം. നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് നമ്മുടെ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ആ സമയത്ത് 4 ഓപ്ഷൻ കിട്ടുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് അത് കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു മെമ്മറി ട്രിക്സ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. എനിവേ, സ്ക്വയർ ഫയൽ ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സ്ക്വയർ ഫയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആണ്. ഇതൊക്കെ ഇവിടെ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആണ്. സ്ക്വയർ ക്രോസ് സെക്ഷണൽ ഷേപ്പ് ആണ്. സ്ക്വയർ ഹോൾസ്, അതായത് ഓൾറെഡി ഒരു ഹോൾ ഉണ്ട്. അപ്പൊ ഹോള് നമുക്ക് ഫയൽ ചെയ്യണം, കോർണേഴ്സ് ഫയൽ ചെയ്യണം, കീവേഴ്സ്, സ്പ്ലൈൻസ്, അതായത് എവിടെയാണോ ഇങ്ങനത്തെ ഗ്രൂവ് വരുന്നത് എവിടെയാണോ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്ക്വയർ ഫയൽസ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു പോയിന്റുകളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അത് റെക്ടാംഗിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാനാണ് അത് വെച്ചത്. ഇനി നെക്സ്റ്റ് ആണ് റൗണ്ട് ഫയൽ. റൗണ്ട് ഫയലിന്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ക്രോസ് സെക്ഷൻ ഷേപ്പ് ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സർക്കുലർ ഹോളിനെ നമുക്ക് എൻലാർജ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ റൗണ്ട് ഫയൽ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് സർക്കുലർ ഫീച്ചേഴ്സിനാണ് അവിടെ കുറച്ചും കൂടെ ഇതൊക്കെ സ്പെഷ്യൽ പർപ്പസ് ഫയലുകളാണ്. നെക്സ്റ്റ് ആണ് ഹാഫ് റൗണ്ട്. ഇവിടെ നോക്കിയ ഹാഫ് റൗണ്ടിന്റെ ക്രോസ് സെക്ഷൻ നോക്കി സെഗ്മെന്റ് ഓഫ് സർക്കിൾ ആണ്. ഇന്റേണൽ കർവുകൾ മാത്രമാണ് നമ്മൾ ഇത് വെച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ കർവ്ഡ് ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഐഡിയൽ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് നൈഫ് എഡ്ജ്. ഒരു 10 ഡിഗ്രിക്ക് മേലെയുള്ള ആംഗിളുകളാണ് നമ്മൾ നൈഫ് എഡ്ജ് വെച്ചിട്ട് ചെയ്യാം. ക്രോസ് സെക്ഷൻ എന്താണ്, ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെയും 1/3 ഓഫ് ദിയർ ലെങ്ത് ടാപ്പർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ് ട്രയാങ്കുലർ ഫയൽ. ഇത് നൈഫ് എഡ്ജ് ആണ്, ഇത് ട്രയാങ്കുലർ ആണ്. ഇപ്പൊ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസൈൻ ഫോർ ഫൈലിംഗ് കോർണേഴ്സ് ആൻഡ് ആംഗിൾ എക്സീഡിംഗ് 60 ഡിഗ്രി. അവിടെ നമ്മൾ 10 ഡിഗ്രിന്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ 60 ഡിഗ്രിക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ ഫയൽ യൂസ് ചെയ്യുള്ളൂ.
ക്രോസ് സെക്ഷൻ ട്രയാങ്കുലർ ആണ്. ഓക്കെ, ആംഗുലർ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രയാങ്കുലർ ഫയൽ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കോമൺ ആയിട്ടുള്ള നോട്ട് പറയുകയാണെങ്കിൽ സ്ക്വയർ, റൗണ്ട്, ഹാഫ് റൗണ്ട്, ട്രയാങ്കിൾ ഫയൽ തുടങ്ങിയവ 100, 150, 200, 250, 300 and 400 mm അവൈലബിൾ ആണ്. ഓക്കെ, ഇത് മേ ബി ബെസ്റ്റ് ആവാം, സെക്കൻഡ് കട്ട് ആവാം, അല്ലെങ്കിൽ സ്മൂത്ത് ഗ്രേഡുകൾ ആവാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് ആൻസറും കൂടെ ക്രോസ് വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്രോസ് സെക്ഷൻ ഷേപ്പ് ഓഫ് എ ഫ്ലാറ്റ് ഫയൽ? ഫ്ലാറ്റ് ഫയലിന്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? ഫ്ലാറ്റ് ഫയലിന്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? ഏതായിരിക്കും? ശരത്. ഉണ്ട് ശരത്. ഇപ്പോഴത്തെ ബുക്കുകൾ നമുക്ക് അങ്ങനെ അത് കയറി വന്നിട്ടില്ല. അതർ നെയിംസ് പഠിക്കാനുണ്ട്. നോർമലി കേപ്പ് ചിസലിന്റെ അനദർ നെയിമാണ് കേപ്പ്. നമ്മൾ കേപ്പ് ഒന്നും എത്തിയിട്ടില്ല, അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. കേപ്പ് വേറെ. ഇതിന്റെ ആർക്കും ഓർമ്മയുണ്ടോ? അതർ നെയിം ഓഫ് കർവ്ഡ് കട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്രോസ് കട്ടിന്റെ അതർ നെയിമാണ് കേപ്പ്. ക്രോസ് കട്ടിന്റെ അതർ നെയിമാണ് കേപ്പ് ചിസൽ. അത് ചിസലിലാണ് നമ്മൾ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇനി ഒരു പോർഷൻ കൂടെ പഠിക്കാനുണ്ട്. നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ക്രോസ് കട്ട് അതർ നെയിം കേപ്പ് ആണ്. കേപ്പ് ചിസൽ. അത് ചിസൽ ആണെന്ന് മാത്രം. ഈ വെബ് ചിസല് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിലും കൂടെ പഠിക്കേണ്ടതുണ്ട്. അത് കീവേ ഫോം ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമ്മൾ അതിലേക്ക് വരും. ഓക്കെ, ഇവിടെ ആർക്കും തെറ്റ് പറ്റിയിട്ടുണ്ടോ? വാട്ട് ഈസ് ദ ക്രോസ് സെക്ഷൻ ഷേപ്പ് ഓഫ് എ ഫ്ലാറ്റ് ഫയൽ? റെക്ടാങ്കുലർ. ഓക്കെ, വിക്സൺ ഫയൽ. Question, which type of file is useful for filing wood, leather and other soft materials? Which type of file is useful for filing wood, leather and other soft materials? Single cut, rasp cut, triangular, knife edge. ആൻസർ ചെയ്ത് പോക്കോ. ലാസ്റ്റ് നമുക്ക് എല്ലാ ആൻസറും വീണ്ടും നോക്കാം. നമുക്ക് എത്ര മാർക്ക് കിട്ടി നോക്കാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്തോ. വേണമെങ്കിൽ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് നോക്കോ കേട്ടോ. ഓക്കെ, ഞാൻ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിരുന്നു. ഞാൻ ഇത്തവണ ഇട്ടാൻ വിട്ടുപോയതാണ്. ഓക്കെ, എനിവേ, വാട്ട് ആംഗിൾ ആർ ദ ടീത്ത് ഓഫ് എ സിംഗിൾ കട്ട് ഫയൽ അറ്റ് ഇൻ റിലേഷൻ ടു ദ സെൻട്രൽ ലൈൻ? 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി. സിംഗിൾ കട്ട് ഫയലിന്റെ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സിംഗിൾ കട്ട് ഫയലിന്റെ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആംഗിൾ ആർ ദ ടീത്ത് ഓഫ് സിംഗിൾ കട്ട് ഫയൽ അറ്റ് ഇൻ റിലേഷൻ ടു ദ സെൻട്രൽ ലൈൻ? 45, 60, 90, 120. Next question. What is the primary use of a square file? Enlarging circular holes, filing internal curved surfaces, filing square holes and corners, filing narrow grooves. Square file application ആണ് ചോദിച്ചിരിക്കുന്നത്. Square file. Okay, good. അപ്പോൾ അങ്ങനെ തെറ്റുകളൊന്നും വരുന്നില്ല. Next question. Which file is shaped like a segment of circle and used for filing internal curved surface? Round file, half round file, knife edge file, hand file. Which file is shaped like a segment of a circle and used for filing internal curved surfaces? Round, half round, knife edge, hand file. Okay, fine. Next one. What is the cross-section shape of a knife edge file? Circular, square, triangular, sharp triangles. What is the cross-sectional shape of a knife edge file?
സർക്കുലർ, സ്ക്വയർ, ട്രയാങ്കുലർ, ഷാർപ്പ് ട്രയാങ്കിൾസ്. Okay, next question. Which file is designated for filing corners and angles exceeding 60 degree? Round file, triangular file, half round file, square file. Okay, exceeding അല്ലെ, exceeding. Okay, next question. What is a common feature of the edges of flat file up to 2/3 of its length? Parallel, tapered, rounded, curved. What is a common feature of the edges of a flat file up to 2/3 of its length? 2/3 വരെ എന്താ, 2/3 വരെ എന്താ പോവാന്നാണ് ആൻസർ. നോക്കി മാത്രം ആൻസർ ചെയ്യാം, നോക്കി മാത്രം ആൻസർ ചെയ്യാം. അപ് ടു 2/3 ആണ് ചോദിച്ചിരിക്കുന്നത്, അപ് ടു 2/3. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി മാത്രം ആൻസർ ചെയ്യാം, നമ്മൾ ചാടിക്കറി ആൻസർ ചെയ്യരുത്. സംഭവം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് എന്താ നമ്മളെ നെഗറ്റീവ് അടിപ്പിക്കുന്ന ഒരു പോയിന്റിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which file has a cross-sectional shape of resembling sharp triangles and is used for filing narrow grooves? ഇവിടെ നോക്കിയാൽ റിസംബ്ലിംഗ് ഷാർപ്പ് ട്രയാങ്കിൾസ്, ഷാർപ്പ് ട്രയാങ്കിളിന്റെ ആ ഒരു വാക്കിന്റെ പ്രസക്തിയാണ് അവിടെ നോക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ ഷാർപ്പ് ട്രയാങ്കിളും ട്രയാങ്കിളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു ബുക്കിലുള്ള ആ ഒരു സെന്റൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കാം. റൗണ്ട് ഫയൽ, നൈഫഡ് ഫയൽ, ട്രയാങ്കിൾ ഫയൽ, സ്ക്വയർ ഫയൽ. Okay, fine. Next question. Which file is circular in its cross section and is used for enlarging circular holes? Round file, half round file, square file, hand file. Circular in its cross section, circular half round segment of ഇതല്ല കേട്ടോ, circular in cross section used for enlarging circular holes. enlarge ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും? ഇനി നമുക്ക് ആൻസേഴ്സ് കൂടെ നോക്കാം. എല്ലാവരും നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, ക്രോസ് സെക്ഷണൽ ഷേപ്പ് ഓഫ് ഫ്ലാറ്റ് ഫയൽ റെക്ടാങ്കുലർ ആണ്. ആർക്കും തെറ്റിയിട്ടൊന്നുമില്ലല്ലോ, അല്ലെ? ഓക്കെ, വിനീഷ്, മറിയം, അരവിന്ദൻ, വിശ്വൽ, ശരത്. ഓക്കെ, ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഇസ് എ പ്രൈമറി യൂസ് ഓഫ് സ്ക്വയർ ഫയൽ എന്നുള്ളതായിരുന്നു. ഫയൽ ആൻഡ് സ്ക്വയർ ഹോൾസ് ആൻഡ് കോർണേഴ്സ് ആണ്. അതും വലിയ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. സിംഗിൾ കട്ട് ഫയലിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സെഗ്മെന്റ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഹാഫ് റൗണ്ട് ഫയൽ ആണ്. ക്രോസ് സെക്ഷൻ ഷേപ്പ് ഓഫ് നൈഫഡ് ഫയൽ ഷാർപ്പ് ട്രയാങ്കിൾസ് ആണ്. ഷാർപ്പ് ട്രയാങ്കിൾസ് അത് തന്നെ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. വുഡ്, ലെതർ തുടങ്ങിയവ നമുക്ക് ഫയൽ ചെയ്യാൻ റാസ്കട്ട് ഫയലുകൾ യൂസ് ചെയ്യാം. എക്സീഡിങ് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഫയൽ യൂസ് ചെയ്യാം. ഇവിടെ വാട്ട് ഈസ് എ കോമൺ ഫ്യൂച്ചർ ഓഫ് ആൻ എഡ്ജസ് ഓഫ് ഫ്ലാറ്റ് ഫയൽ അപ് ടു 2/3 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2/3 വരെ പാരലലും 1/3 പോർഷൻ ടാപ്പറും ആയിരിക്കും ഫ്ലാറ്റ് ഫയലിന്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി മാത്രം ആൻസർ ചെയ്യുക. ഓപ്ഷൻ എ പാരലൽ ഇസ് ദ റൈറ്റ് ആൻസർ. ഒരുപാട് പേർക്ക് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വിച്ച് ഫയൽ ഹാസ് എ ക്രോസ് സെക്ഷൻ ഷേപ്പ് റിസംബ്ലിംഗ് ഷാർപ്പ് ട്രയാങ്കിൾ? നൈഫഡ് ഫയൽ ആണ്. ആർക്കും തെറ്റൊന്നും വന്ന് കണ്ടില്ല. സർക്കുലർ ഇൻ ക്രോസ് സെക്ഷൻ യൂസ്ഡ് ഫോർ എൻലാർജിംഗ് സർക്കുലർ ഹോൾസ് റൗണ്ട് ഫയൽ ആണ്. അപ്പോൾ ഐ തിങ്ക് വലിയ മിസ്റ്റേക്സ് ഒന്നും ആർക്കും വന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇന്നത്തെ സെക്ഷൻ ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. വേറെ തെറ്റുകളൊന്നും കയറി വന്നിട്ടില്ലല്ലോ അല്ലെ? സംഭവം സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു. പക്ഷെ സിമ്പിൾ ആണെങ്കിലും നമുക്ക് തെറ്റുകൾ വരുത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യാനും വാല്യൂസിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. വാല്യൂസ് ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ മറന്നുപോകും. ഓക്കെ, സംഭവം സിമ്പിൾ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. 60 ഡിഗ്രി ആയിക്കോട്ടെ, 50 ഡിഗ്രി ആയിക്കോട്ടെ, 70 ഡിഗ്രി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ആണ്. അപ്പോൾ ആ 3 ആംഗിൾ നമ്മുടെ ട്രയാങ്കിൾ ഫയലിന്റെ 60 ഡിഗ്രിയും മറ്റേ നൈഫഡിന്റെ 10 ഡിഗ്രിയും ഒക്കെ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഇതിന്റെ ഈ ഫയൽ തീർന്നിട്ടില്ല, അതിന്റെ കുറച്ചും കൂടെ നമുക്ക് പോവേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാം.
സമയം കിട്ടുകയാണെങ്കിൽ നീഡിൽ ഫയലിന്റെ ഏരിയ ഒക്കെയാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് റെക്കോർഡഡ് ആയിട്ടും കൂടെ ചെയ്യാം. അതിൽ കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്, നമുക്ക് റെക്കോർഡഡ് ആയിട്ടായാലും ചെയ്യാം. റെക്കോർഡ് ചെയ്ത് സമയം കിട്ടില്ലെങ്കിൽ ലൈവായിട്ട് തന്നെ പോകാം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒന്നും വരുന്നില്ലല്ലോ അല്ലെ? ഓക്കെ, ഓക്കെ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. റെക്കോർഡ് സെക്ഷനോട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. PDF നോട്ട് പാരലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ. മിനീഷ്, രാകേഷ്, അരവിന്ദൻ, വിശ്വൽ, അഭിഷേക്, വിപിൻ, നിജാസ്, ദീപക്, മിനീഷ്, മരിയം, അനന്തു, അശോക്, ശരത്. ഓക്കെ, ഓക്കെ. അപ്പം വേറെ ഒന്നുമില്ല, ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.